ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. എന്താണ് ഇന്നലെ സാന്റിയാഗോ ബെർണാബോയിൽ സംഭവിച്ചത്? ഇതായിരുന്നില്ല റയൽ മാഡ്രിഡിന്റെ ആരാധകർ ആവേശത്താൽ കോരിത്തെറിച്ച് സ്വന്തം ടീമിന് വേണ്ടി തൊണ്ട പൊട്ടുന്നത് വരെ അലറി വിളിക്കുന്ന ആ ആരാധക കൂട്ടത്തിൽ നിന്ന് ഇന്നലെ സ്വന്തം ടീം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൂവി വിളിക്കുന്ന ആരാധകരെ കണ്ടു. ഉച്ചയായിട്ട് പോലും 70,000-ഓളം പേർ സാക്ഷിയായിരുന്നു. മുംബൈ മാനേജ്മെന്റിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു കൂവി വിളിക്കാനാണെങ്കിൽ പുറത്തു പോകുമെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെയായിരുന്നു ആരാധകരുടെ വരവ്. അവരെ കുറ്റം പറയാനാകില്ലല്ലോ. കാരണം ടീമിന്റെ മോശം പ്രകടനം, കോച്ച് സാബി അലോൻസോ പുറത്ത്. പക്ഷേ ഇന്നലെ റയൽ മാഡ്രിഡ് കോച്ച് അൽവാറോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ 43-ാം ബർത്ത്ഡേയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര നല്ലൊരു സമയമായിരുന്നില്ല. കാരണം സ്വന്തം കളിച്ച ഒരു ടീമിൽ ഇന്ററിം കോച്ചായിട്ട് എത്തുന്നു. ആദ്യ മത്സരം സെക്കൻഡ് ഡിവിഷൻ ടീമിനോട് തോക്കുന്നു. രണ്ടാം മത്സരം ലുവാൻഡ എന്ന ലലീഗയിൽ 19-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമിനോട് മികച്ച രീതിയിൽ ജയിക്കാനാകുന്നില്ല. സ്വന്തം ആരാധകരിൽ നിന്ന് കോഴി വിളികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇങ്ങനെ അങ്ങേയറ്റത്തെ പ്രതിസന്ധികളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ 43-ാം ബർത്ത്ഡേ കടന്നുപോയത്. അപ്പോഴും അദ്ദേഹത്തിന് അല്പം സന്തോഷിക്കാം. പക്ഷേ ആരാധകർ ബ്രസീലിയൻ സാമ്പ നർത്തങ്ങൾ എന്ന് വിളിച്ച വിനീഷ്യസ് ജൂനിയർ, ആ ഒരു വിനീഷ്യസ് ജൂനിയറിനെ ഇന്നലെ ആരാധകർ കൂവി വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം ഓരോ തവണ സ്ക്രീനിലേക്ക് വരുമ്പോൾ കൂവുന്നു. ഇന്നലെ ബിഗ് സ്ക്രീനിന് മുന്നിൽ ടീം ലൈനപ്പ് ഇങ്ങനെ വന്നപ്പോൾ വിനി ജൂനിയറിനാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ കൂവൽ ലഭിച്ചത്. വിനി ജൂനിയറിനും ഫെഡെ വാൽവേർദയ്ക്കും. എംബാപ്പെ മാത്രമാണ് ആ കൂവൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. പക്ഷെ വിനി ജൂനിയർ ഉൾപ്പെടെ അപമാനത്തിന്റെ പരകോടിയിലേക്ക് സ്വന്തം ആരാധകരാൽ വീഴുന്നത് നമ്മൾ കണ്ടു. നിർത്തിയോ? അവരെ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയ ആ മനുഷ്യന്റെ കസേരകൾ പോലും മാഡ്രിഡുകാർ ചോദ്യം ചെയ്തു തുടങ്ങി. അല്ലെങ്കിൽ ആ മാഡ്രിഡ് എന്ന നഗരം അങ്ങനെയാണ്. മാഡ്രിഡ് മാത്രമല്ല, മറ്റ് ഫുട്ബോൾ സ്പെയിനിലെ നഗരങ്ങൾ അങ്ങനെയാണ്. അവരുടെ വികാരമായ ഫുട്ബോൾ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ടീം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അവർ ആരുടെ കസേരയെ ചോദ്യം ചെയ്യും. അതാണ് ഇന്നലെ സംഭവിച്ചത്. പാപ്പ പെറസ് എന്ന് റയൽ മാഡ്രിഡ് ആരാധകർ സ്നേഹത്തോടെ വിളിച്ച പാപ്പ പെറസ് എന്ന് സ്തുതി പാടിയ ഫ്ലോറന്റീനോ പെറസിന്റെ കസേര പോലും ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്ത് ആരാധകരാണെന്നാണ് ആലോചിക്കുന്നത്. കാരണം എന്താ പറയുക, സ്വന്തം ടീം ഇങ്ങനെ പ്രതിസന്ധികൾ മാനേജ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകളില്ല. മാനേജ്മെന്റ് മികച്ച രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അവർ ഇന്നലെ വെള്ള കർച്ചീഫുമായാണ് എത്തിയത്. അത് ഈസ് എ ഡേഞ്ചറസ് സൈൻ. ആ വെള്ള കർച്ചീഫ് എന്നത് അത് ആ ഒരു ഗലാക്ടിക്കോസ് ആരാധക കൂട്ടം സൂചിപ്പിക്കുന്ന ഒന്ന് മാത്രമാണ്. അവരുടെ ഹൃദയം അത്രമേൽ ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം അത്രമേൽ വേദനിക്കുന്നുണ്ട് സ്വന്തം ടീമിന്റെ ഈ പെർഫോമൻസിൽ. എന്തായാലും മികച്ച രീതിയിൽ തന്നെ റയൽ മാഡ്രിഡ് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.